ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം മംഗളവാർത്ത കാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന രംഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരാകുവാൻ പരിശ്രമിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്നുള്ള ഒരു വചനം നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന് മാത്രമല്ല, എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞിന് പോലും സന്തോഷമുണ്ടായി എന്ന സൂചന നൽകുവാൻ വേണ്ടിയാണ് സുവിശേഷകൻ കുതിച്ചു ചാടി എന്നുള്ള പ്രയോഗം അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കുതിച്ചു ചാടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സന്തോഷം കൊണ്ടാണ് എല്ലാവരും കുതിച്ചു ചാടുക. നമുക്കറിയാം, ചില മൃഗങ്ങൾ ആടിനെ അല്ലെങ്കിൽ ആട്ടിൻ്റെ കുഞ്ഞിനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് സന്തോഷമൊക്കെ ഉള്ളപ്പോൾ കുതിച്ചു ചാടും. അല്ലെങ്കിൽ ഒത്തിരി നാളായിട്ട് തൊഴുത്തിന് പുറത്തിറക്കാതെ ഇരിക്കുന്ന പശുവിനെ തൊഴുത്തിന് പുറത്തേക്ക് ഇറക്കുമ്പോൾ അത് 4 കാലും പറിച്ച് കുതിച്ചു ചാടും. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് എന്തെങ്കിലും അവർ സ്വപ്നം കണ്ടിരുന്ന ഒരു വസ്തു അവരുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ആഘോഷ സമയത്തോ സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വാർത്തയിൽ അവർ കുതിച്ചു ചാടുന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. നമുക്കും അങ്ങനെ അനുഭവങ്ങളുണ്ടാവാം. അപ്പോൾ എന്തോ വലിയൊരു സന്തോഷകരമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് നമ്മൾ കുതിച്ചു ചാടുന്നത്. ഈ രീതിയിൽ പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ടപ്പോൾ അവിടെ കുഞ്ഞിന് കുതിച്ചു ചാടാനായിട്ട് ഇടയായി എന്ന് സുവിശേഷം പറയുമ്പോൾ അവിടെ വലിയൊരു സന്തോഷമുണ്ടായി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഒരു കഥ ഇങ്ങനെയാണ്: ഒരിക്കലും ഒരു രാജാവിൻ്റെ ഒരു തമാശ തോന്നി, ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ വസ്തു എന്താണെന്ന് അറിയണം. അപ്പോൾ അതിനുവേണ്ടി ഇത് കണ്ടുപിടിക്കാനായിട്ട് രാജാവ് ബുദ്ധിമാനായ മന്ത്രിനെ ഏൽപ്പിച്ചു. മന്ത്രിയോട് പറഞ്ഞു, ഇന്ന ദിവസത്തിനുള്ളിൽ ഈ 2 വസ്തുക്കളും 2 പെട്ടിക്കുള്ളിലാക്കി രാജകൊട്ടാരത്തിൽ കൊണ്ടുവരണം. രാജാവിൻ്റെ നിർദ്ദേശം മന്ത്രി ശിരസാ വഹിച്ച് ഈ ഒരു അന്വേഷണവുമായി യാത്ര പുറപ്പെട്ടു. ഏറ്റവും വില കൂടിയ വസ്തു കണ്ടുപിടിക്കണം, ഏറ്റവും വില കുറഞ്ഞ വസ്തുവും കണ്ടുപിടിക്കണം. അങ്ങനെ കുറേ നാളുകൾ അദ്ദേഹം അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച്, അദ്ദേഹം തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കണ്ടുപിടിച്ച് ഈ പറഞ്ഞ 2 വസ്തുക്കളും 2 പെട്ടിക്കുള്ളിലാക്കി രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് റെഡിയാക്കി. ദൂരെ നിന്ന് തന്നെ ഈ വിവരം ഒരു ദൂതൻ വഴി മന്ത്രി രാജാവിനെ അറിയിച്ചു. ഈ സന്തോഷ വാർത്ത അറിഞ്ഞ് രാജാവ് തൻ്റെ രാജ്യത്തിലുള്ള ജനങ്ങൾക്കെല്ലാം ഒരു വിളംബരമായിട്ട് തൻ്റെ രാജകൊട്ടാരത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തുവും ഏറ്റവും വില കുറഞ്ഞ വസ്തുവും എത്തുന്നുണ്ട്, ഇന്ന സമയത്ത് ഇന്ന ദിവസം രാജകൊട്ടാരത്തിൽ വന്നാൽ നിങ്ങൾക്കത് കാണാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കൽപ്പന അങ്ങ് പുറപ്പെടുവിച്ചു. അപ്പോൾ ഇതെല്ലാം കേട്ട് ആളുകൾക്കും ആകാംക്ഷയായി, രാജാവിനും ആകാംക്ഷ. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ആളുകളെല്ലാം തെങ്ങിക്കൂടിയ സമയത്ത് മന്ത്രി ഈ 2 പെട്ടികളുമായിട്ട് അവിടെ എത്തുകയാണ്. അങ്ങനെ എല്ലാവരുടെയും സമക്ഷം അത് തുറക്കാനായിട്ട് രാജാവ് നിർദ്ദേശിച്ചപ്പോൾ അതനുസരിച്ച് മന്ത്രി 2 പെട്ടികളും തുറന്നു. ആ 2 പെട്ടിക്കുള്ളിലും ഒറ്റ വസ്തുവായിരുന്നു. അതെന്താണെന്ന് ഊഹിക്കാമോ? 2 പെട്ടിക്കുള്ളിലും 2 മനുഷ്യരുടെ ഓരോ നാവ് വീതമായിരുന്നു എന്നാണ് കഥ. 2 പെട്ടിക്കുള്ളിലും നാവ്, ഏറ്റവും വില കൂടിയ വസ്തുവും നാവായിട്ട്, അതുപോലെ ഏറ്റവും വില കുറഞ്ഞ വസ്തുവും നാവായിട്ട് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാവ് വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുവാണ്. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ വളർത്താനായിട്ടും തളർത്താനായിട്ടും ഒരുപക്ഷെ ഇടയായിത്തീരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെങ്കിലും തളർത്താനായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വളർത്താനായിട്ട് നാം പരിശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഈ ചിന്ത നമ്മളെ പ്രേരിപ്പിക്കണം. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളിൽ കുറവ് വരുന്നുണ്ട്. കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ സമയം ടാബ്ലറ്റുകളിലും മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റ് ആയിട്ട് ഗെയിമുകളിലൊക്കെ ആശ്രയം വയ്ക്കുന്നത് കാണാനായിട്ട് ഇടയാകുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കളായിട്ടുള്ള സംഭാഷണം, കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള അവരുടെ സംഭാഷണം, കളിച്ചിരികൾ ഇതെല്ലാം കുറഞ്ഞു പോകുന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെ ഊഷ്മളതകളൊക്കെ കുറഞ്ഞു പോവുകയാണ്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിലും സംസാരത്തിൻ്റെ കുറവ് വന്നു പോകുന്നുണ്ട്. വൈകുന്നേരമായി കഴിയുമ്പോൾ സ്ത്രീകളായിട്ടുള്ളവരുടെ ടെലിവിഷൻ പോലുള്ള മാധ്യമങ്ങളെ ആശ്രയിക്കുമ്പോൾ, പണിയെല്ലാം കഴിഞ്ഞ് മടുത്തു വരുന്ന ഹസ്ബൻഡ് ഒരുപക്ഷെ മൊബൈൽ ഫോണുമായിട്ട് മാറിയിരിക്കുമ്പോൾ, കുട്ടികൾ പഠനവുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ ഗെയിമും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ബന്ധങ്ങൾക്ക് കുറവ് വന്നു പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സംസാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസാരമൊക്കെ എങ്ങനെയാണ്? മറ്റുള്ളവരെ വളർത്തുന്നതാണോ? സന്തോഷം കൊടുക്കുന്നതാണോ? മറ്റുള്ളവർക്ക് മറ്റുള്ളവരുമായി സംസാരിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരമാണ് ഈ ചിന്തയിൽ നമ്മൾ ധ്യാനിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിൽ വളരുക, പരിശുദ്ധാത്മാവിനെ നൽകുക.
ഇന്നത്തെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാനായിട്ട് പോകുമ്പോൾ അവളുടെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ കാണുന്ന അവസരത്തിൽ പറഞ്ഞത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. കൃപയുടെ പൂർത്തീകരണമാണ് പരിശുദ്ധ അമ്മയിൽ കാണാനായിട്ട് സാധിക്കുക. എന്തുകൊണ്ടാണ് ഈ കൃപയുടെ പൂർത്തീകരണം അവളിൽ ഉണ്ടായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ ഒരു കൃപയുടെ പൂർത്തീകരണമായിട്ട് പരിശുദ്ധ അമ്മയെ ചിത്രീകരിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈ തിരക്ക് പിടിച്ച യാത്രയിൽ, അതായത് എലിസബത്തിനെ കാണാനായിട്ട് പോകുന്ന യാത്രയിലും പരിശുദ്ധ അമ്മയുടെ കൂടെ ഈശോയുണ്ട്. ഈശോ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജാതനായിരിക്കുന്ന സമയമാണ്. ഈശോയുടെ ആത്മാവ് പരിശുദ്ധ അമ്മയിൽ ശക്തമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിറവിൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണുമ്പോൾ അവിടെ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? അഭിവാദനം കേൾക്കുമ്പോൾ ശിശു കുതിച്ചു ചാടുന്നു. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. അതുപോലെ തന്നെ എലിസബത്ത് പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ പ്രവചിക്കുകയാണ്, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ എത്ര ഭാഗ്യവതി എന്ന് പറഞ്ഞ് എലിസബത്ത് ഒരു പ്രവചനം നടത്തുകയാണ്. ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി എലിസബത്തിന് ലഭിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യക്തിയായിട്ട്, പരിശുദ്ധാത്മാവ് പകരപ്പെട്ട ഒരു വ്യക്തിയായിട്ട് എലിസബത്ത് മാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് കടപ്പെട്ടിട്ടുള്ളവരാണ്. മാമോദിസ ജലം നെറ്റിയിൽ വീണ അന്ന് മുതൽ നമ്മളും പരിശുദ്ധാത്മാവ് ഉള്ളവരാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ദൈവികമായ പല വെളിപാടുകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുക. നല്ലൊരു വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമുക്ക് കൂടിയേ തിരികെയുള്ളൂ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുക: പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയ മുഴുവനിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു സഹായകനാണ്. അതുപോലെ നമുക്ക് ദൈവികമായ വെളിപാടുകൾ നൽകുന്ന വ്യക്തിയാണ്. ഇങ്ങനെയുള്ള പല ഗുണങ്ങളുമുള്ള ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധ അമ്മ എങ്ങനെയാണോ പരിശുദ്ധാത്മാവിനെ എലിസബത്തിന് കൊടുത്തത്, അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനായിട്ട് കടപ്പെട്ടിട്ടുള്ളവരാണ്. ഈ രണ്ട് ചിന്തകളും നമുക്ക് കൂടുതൽ ധ്യാനിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്തുമസിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.